CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വി ജോയി തുടരും. ഐകകണ്ഠേനയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് തുടരുന്നുണ്ട്. അർജുൻ രാജ്, വി ജോയി തന്നെ തുടരുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റൊരു പേരും അവിടെ ഉയർന്നു കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഒരു ജനപിന്തുണ അത് കൂടുന്നതാണോ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ജില്ലാ സമ്മേളനത്തിൽ? വയനാട്ടിൽ ഉണ്ടായതുപോലൊരു മത്സരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾ മത്സരരംഗത്തേക്ക് എത്തുന്ന തരത്തിലൊന്നും തിരുവനന്തപുരത്ത് സംഭവിച്ചില്ല. തിരുവനന്തപുരത്ത് വി ജോയിയെ തന്നെ ഐക്യകണ്ഠേന ജില്ലാ സെക്രട്ടറിയായി പാർട്ടി ജില്ലാ സമ്മേളനം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മാറി പിന്നീട് വി ജോയി ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. ഒരു വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സമ്മേളന കാലങ്ങളിൽ ഒരു വർഷം മാത്രമാണ് അദ്ദേഹം സംസ്ഥാന ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നത്. പക്ഷേ അദ്ദേഹത്തെ തന്നെ തുടരാൻ അനുവദിക്കുകയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനം ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും സ്വാധീനവും ജനകീയനുമായിട്ടുള്ള MLA നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തീരുമാനിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ കമ്മിറ്റിയിലേക്ക് 8 പുതുമുഖങ്ങൾ എത്തുന്നുവെന്നുള്ളതാണ്. അതിൽ MLA-മാരായിട്ടുള്ള VK പ്രശാന്ത്, G സ്റ്റീഫൻ, OS അംബിക ഈ 3 MLA-മാരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുകയാണ്. CPM തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെയും പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അനൂപ്, ഷീജ സുദേവ്, വണ്ടിത്തട മധു, അദ്ദേഹം പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന നേതാവാണ്. RP ശിവജി എന്നിവരാണ് 8 പുതുമുഖങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 46 അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അങ്ങനെ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ളൊരു ജില്ലാ കമ്മിറ്റിയിലേക്ക് CPM കടക്കുകയാണ്. KC വിക്രമൻ, പുത്തൻകട വിജയൻ, V ജയപ്രകാശ്, ആനാവൂർ നാഗപ്പൻ, A റഹീം, G സുഗുണൻ തുടങ്ങിയവരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിൽ ആനാവൂർ നാഗപ്പനെ ഉൾപ്പെടെ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അദ്ദേഹത്തിന് പ്രായപരിധി പിന്നിടുന്ന നേതാവും കൂടിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേരെ പ്രായപരിധി മാനദണ്ഡത്തിനനുസരിച്ച് കൂടി ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. A റഹീം സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയ്ക്കാണ് അദ്ദേഹവും ഒഴിവാകുന്നത്. അങ്ങനെ പുതിയ 8 അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 46 അംഗ കമ്മിറ്റി കൂടി നിലവിൽ വരികയാണ്. അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. വി ജോയി ഏതായാലും തിരുവനന്തപുരം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി തുടരും.